കുസൃതി കുടുക്കയാണ്, കുസൃതി കുരുന്നാണെന്ന ചിത്രം കണ്ടാൽ തന്നെ അറിയാം. അത് എല്ലാവരും പറയുന്നുമുണ്ട്. അത് പിന്നെ ആ ചിത്രങ്ങൾ കാണുന്നത് തന്നെ വേദനയായി മാറി. അച്ഛൻ സുഭാഷാണ്. സുഭാഷ് പറയുന്നുണ്ടായിരുന്നു, ഒരു ചെറിയ വടിയെടുത്ത് പോലും ഞാൻ എൻ്റെ മകളെ അടിച്ചിട്ടില്ല, എൻ്റെ മകളെ തല്ലിയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന സന്ധ്യയ്ക്ക് ഒരു ഭ്രാന്തുമില്ല എന്ന് പറയുന്നുണ്ട് സുഭാഷ്. അങ്ങനെ വീട്ടിൽ കാര്യമായ പ്രശ്നങ്ങളോ ഈ പറയപ്പെടുന്ന രീതിയിൽ ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല, കുഞ്ഞിനെ മർദ്ദിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയാത്ത അങ്ങേയറ്റത്തെ തീക്കാഴ്ചകളാണ് എന്ന് ഉറപ്പായും പറയാം. മാത്രമല്ല ഈ ദൃശ്യങ്ങളോ അത്രയും അംഗൻവാടിയിൽ നിന്ന് അമ്മ കുഞ്ഞിനെ ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് പോകുമ്പോഴേക്കും എത്രമാത്രം സുരക്ഷിതത്വം ആ കുഞ്ഞ് അറിഞ്ഞിട്ടുണ്ടാകണം. എന്ന് പറഞ്ഞാൽ സ്വന്തം അമ്മയാണ്. നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അമ്മ തല്ലിയതിന് ശേഷം കുറച്ചു കാലം അമ്മയെ പേടിയായിരുന്നു, സന്ധ്യാമ്മയെ വേണ്ട എന്ന് ഈ കുഞ്ഞ് പറഞ്ഞു വന്നു. പിന്നീട് കുഞ്ഞല്ലേ, ഇപ്പോൾ സ്വന്തം അമ്മയാണ്. ഇനി എത്ര നീരസം ഉണ്ടെങ്കിലും ആ നീരസത്തിന് ചെറിയ സമയം മാത്രമേ ആയുസുള്ളൂ. പിന്നെയും ഭയങ്കര സ്നേഹത്തോടെ പോവുകയും കാര്യങ്ങളൊക്കെ പോവുകയും ചെയ്തതാണ്. അത് കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഇപ്പോൾ അച്ഛനമ്മ എന്നതിനപ്പുറം ചുറ്റും കാണുന്ന സകല മനുഷ്യന്മാരും രക്ഷകരാണ് എന്ന് കരുതുന്ന പ്രായമാണ് അതൊക്കെ. നമ്മൾക്കിടയിൽ ചിലപ്പോൾ ഉപദ്രവിക്കാൻ പറ്റുന്ന ശത്രുക്കളുണ്ടാകാം എന്ന ബോധമൊക്കെ ഉണ്ടാകുന്നത് പിന്നെയും എത്രയോ കഴിഞ്ഞാണ്. പിന്നെയും ഒരു 10 വയസ്സോ 12 വയസ്സോ ഒക്കെ ആകുമ്പോഴല്ലേ ഇക്കൂട്ടത്തിൽ ചിലപ്പോൾ നമ്മളെ ഹാം ചെയ്യുന്നവരുണ്ടാകാം തോന്നലുണ്ടാവുമല്ലോ. ആ കുഞ്ഞു കണ്ണിൽ ലോകം മുഴുവൻ അതിൻ്റെ സംരക്ഷകരാണ്, ലോകം മുഴുവൻ അതിനെ സ്നേഹിക്കുന്നവരാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പാവം. സുഭാഷിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനും ഇനി അധികം വൈകുമെന്ന് തോന്നുന്നില്ല. അല്പസമയത്തിനകം അവിടെ പൊതുശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. അങ്ങനെ അത് വേദനയാവുന്നു അങ്ങേയറ്റത്തെ. നമുക്ക് എല്ലാ വാർത്തയും ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ പിന്നിൽ കമൻട്രി എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നറിയില്ല. ഇങ്ങനെ നമ്മളൊരു വാർത്തയെ വിശദീകരിക്കുന്ന എല്ലാ വാർത്തയ്ക്കും ചിലപ്പോൾ നമുക്ക് പറയാൻ വാക്ക് കിട്ടാത്ത സാഹചര്യമുണ്ട്. അതുപോലൊരു വാർത്തയാണ്. ഇതെങ്ങനെയാണ് പറയുക, ഇതെന്താണ് പറയുക, ഇതിനാരെയാണ് കുറ്റപ്പെടുത്തുക, ഇതിനാരെയാണ് പഴിക്കുക, എന്തിനാണ് ഇത്തരം വേദനാ കാഴ്ചകൾ തരുന്നത് എന്ന് വിശ്വാസികൾ ദൈവത്തോടൊക്കെ ചോദിക്കുമായിരിക്കും. അമ്മാതിരി അത്രയും വേദന നിറഞ്ഞു നിൽക്കുന്നൊരു ഫ്രെയിം നമ്മൾ കാണുകയാണ്. ആ നാട് മുഴുവൻ അവിടെയുണ്ട്. ആ നാട് മുഴുവൻ അവിടെ ഉണ്ടാവാൻ എങ്ങനെ ഉണ്ടാവും? ആ നാട് വലിയ സ്നേഹത്തിൻ്റെ നാടാണ്. എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് വീടുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു വലിയ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആ മേഖലയിൽ അടുത്തടുത്ത് വീടുകളാണ്. ആ വീടുകൾ ഒക്കെ ഏതാണ്ട് ഒരേ മനസ്സുപോലെ ചിന്തിക്കുന്നവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബഹുമാനങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു നാട് തന്നെയാണ് ആ നാട്. ഒരു തർക്കം അക്കാര്യത്തിൽ നമ്മുടെ റിപ്പോർട്ടർമാരൊക്കെ അവിടെ പോയി നിൽക്കുമ്പോൾ അവർ പറയുന്നുണ്ട്. എല്ലാവരുടെയും വികാരം ഏതാണ്ട് അതിപ്പോൾ ഈ പറയുന്ന എന്താണ് സന്ധ്യയുടെ അമ്മയുടെ ഒരു പ്രതികരണം എടുത്തു കൊടുത്തതിൽ അവിടെ ചിലർക്ക് നീരസമുണ്ട് എന്ന കാര്യം നമ്മുടെ റിപ്പോർട്ടർ ടോബി പറയുന്നുണ്ട്. എല്ലാവർക്കും ആ നാടിൻ്റെ പൊതുവിലെ നീരസമായിരുന്നു ഈ സന്ധ്യയുടെ അമ്മയുടെ പ്രതികരണത്തിൽ. വീട്ടിലെന്തോ പ്രശ്നമുണ്ട് എന്ന തരത്തിൽ ആ പ്രതികരണം വരുന്നത് പച്ചക്കള്ളമാണെന്ന് അവർ പറയുന്നത് ശരിയുമാണ് കേട്ടോ, അതുതന്നെയാണ് ശരി. അപ്പോൾ അങ്ങനെ ഒരു നാടാണ്. ആ നാട്ടിൽ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് സ്വപ്നമി കരുതിയതല്ല. മാത്രമല്ല ഇന്നലെ കുഞ്ഞിനെ കാണാതാവുന്നു എന്ന് പറയുമ്പോൾ ആ നാടൊന്നടങ്കം അവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിലൊക്കെ വ്യക്തിപരമായും കൂട്ടായും ഒക്കെ അവർ വലിയ തെരച്ചിലൊക്കെ അവിടെ നടത്തിയതാണ്.